മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എസ്രായുടെ പുസ്തകം 2-ാം അധ്യായം. തിരിച്ചെത്തിയ പ്രവാസികൾ. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലും യൂദായിലും തിരിച്ചെത്തി. സെറുബാബേൽ, യെശുവ, നെഹമിയ, സറായിയ, റേലായ, മൊർദെഖായ്, ബിൽഷാൻ, മിസ്പായ്, ബിഗ്വായ്, റഹൂം, ബാന എന്നിവരാണ് അവരെ നയിച്ചത്. ഇസ്രായേൽ ജനത്തിന്റെ കണക്ക്: പാറോഷിന്റെ പുത്രന്മാർ 2172, ഷെഫാത്തിയായുടെ പുത്രന്മാർ 372, ആരായുടെ പുത്രന്മാർ 775, പഹത്ത് മോവാബിന്റെ അതായത് യെശുവയുടെയും യോവാബിന്റെയും പുത്രന്മാർ 2812, ഏലാമിന്റെ പുത്രന്മാർ 1254, സാത്തുവിന്റെ പുത്രന്മാർ 945, സക്കായിയുടെ പുത്രന്മാർ 760, ബാനിയുടെ പുത്രന്മാർ 642, ബേബായിയുടെ പുത്രന്മാർ 623, അസ്ഗാദിന്റെ പുത്രന്മാർ 1222, അദോനികാമിന്റെ പുത്രന്മാർ 666, ബിഗ്വായിയുടെ പുത്രന്മാർ 2056, അദീനിന്റെ പുത്രന്മാർ 454, അദേറിന്റെ അതായത് ഹെസക്കിയായുടെ പുത്രന്മാർ 98, ബേസായിയുടെ പുത്രന്മാർ 323, യോറായുടെ പുത്രന്മാർ 112, ഹാഷുമിന്റെ പുത്രന്മാർ 223, ഗിബ്ബാറിന്റെ പുത്രന്മാർ 95, ബെത്ലേഹേമിലെ ആളുകൾ 123, നെത്തോഫായിലെ ആളുകൾ 56, അനാത്തോത്തിലെ ആളുകൾ 128, അസ്മാവേത്തിലെ ആളുകൾ 42, കിര്യാദാരീം, കെഫിയ, ബേറോത്ത് എന്നിവിടങ്ങളിലെ ആളുകൾ 743, റാമായിലെയും ഗേബായിലെയും ആളുകൾ 621, മിക്നാസിലെ ആളുകൾ 122, ബേഥേലിലെയും ആയിയിലെയും ആളുകൾ 223, നെബോയിലെ ആളുകൾ 52, മഗ്ബീഷിലെ ആളുകൾ 156, മറ്റേ ഏലാമിലെ ആളുകൾ 1254, ഹാരീമിലെ ആളുകൾ 320, ലോദ്, ഹാദിദ്, ഓനോ എന്നിവിടങ്ങളിലെ ആളുകൾ 725, ജെറീക്കോയിലെ ആളുകൾ 345, സേനായിലെ ആളുകൾ 3630. പുരോഹിതന്മാർ: യെശുവയുടെ കുടുംബത്തിലെ യദായയുടെ പുത്രന്മാർ 973, ഇമ്മേറിന്റെ പുത്രന്മാർ 1052, പശ്രൂഹിന്റെ പുത്രന്മാർ 1247, ഹാരാമിന്റെ പുത്രന്മാർ 1017. ലേവ്യർ: ഹോദാവിയായുടെ പുത്രന്മാരായ യെശുവയുടെയും കദ്മിയേലിന്റെയും പുത്രന്മാർ 74, ഗായകർ: ആസാഫിന്റെ പുത്രന്മാർ 128, വാതിൽ കാവൽക്കാരുടെ മക്കൾ: ശല്ലൂം, അദേർ, തൽമോൻ, അക്കൂബ്, ഹദീദ, ശോബായ് എന്നിവരുടെ പുത്രന്മാർ 139. ദേവാലയത്തിലെ സേവകന്മാർ: സീഹ, ഹസൂഫ, തബാവോത്ത്, കെറോസ്, സിയാഹ, പാദോൻ, ലബാന, ഹഗാബ, അക്കൂബ്, ഹഗാബ്, ഷംലായ്, ഹാനാൻ, ഗിദ്ദേൽ, ഗാഹർ, റയായ, റസീൻ, നെക്കോദ, ഗാസാം, ഉസ, പസേയ, ബസായ്, അസ്ന, മെയൂനീം, നെഹീസീം, മക്ബുക്ക്, ഹക്കൂഫ, ഹർഹൂർ, ബസ്ലൂത്ത്, മെഹീദ, ഹർഷ, ബർക്കോസ്, സീസോ, തേമ, നെസിയ, ഹദീഫ എന്നിവരുടെ പുത്രന്മാർ. സോളമന്റെ ഭൃത്യന്മാരുടെ മക്കൾ: സോദായ്, ഹസോഫെറേത്ത്, പെറൂദ, യാല, ദാർക്കോൻ, ഗിദ്ദേൽ, ഷെഫാത്തിയ, ഹത്തിൽ, പോക്കേറെത്ത്, ഹസേബായീം, ആമി എന്നിവരുടെ പുത്രന്മാർ. ദേവാലയ ശുശ്രൂഷകരിൽ സോളമന്റെ ഭൃത്യന്മാരും കൂടെ ആകെ 392 പേർ. തങ്ങളുടെ പിതൃകുടുംബം ഏതെന്നോ തങ്ങൾ ഇസ്രായേലിൽപ്പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽമേല, തെൽഹർഷ, കെറൂബ്, അദ്ദാൻ, ഇമ്മേർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ. ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ പുത്രന്മാർ 652. കൂടാതെ പുരോഹിത പുത്രന്മാർ: ഹബായ, ഹക്കോസ്, ബർസില്ലായ് എന്നിവരുടെ പുത്രന്മാർ. ഗിലെയാദ്കാരനായ ബർസില്ലായുടെ പുത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് ബർസില്ലായ് കുടുംബക്കാർ. വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതിനാൽ അവർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു.
ഉറിമും തുമ്മീമും മുഖേന ആരായാൻ ഒരു പുരോഹിതനുണ്ടാകുന്നതുവരെ അതിവിശുദ്ധ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. സമൂഹത്തിലാകെ 42,360 പേർ ഉണ്ടായിരുന്നു. 7,337 ദാസീദാസന്മാർക്ക് പുറമെയാണിത്. അവർക്ക് 200 ഗായികമാർ ഉണ്ടായിരുന്നു. അവർക്ക് 736 കുതിര, 245 കോവർകഴുത, 435 ഒട്ടകം, 6,720 കഴുത എന്നിവയുണ്ടായിരുന്നു. ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സാഭിഷ്ട കാഴ്ചകൾ നൽകി. ആലയ നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന 61,000 ദാരിക് സ്വർണവും 1000 മീന വെള്ളിയും 100 പുരോഹിത വസ്ത്രങ്ങളും ആണ്. പുരോഹിതന്മാരും ലേവ്യരും ചില ആളുകളും ജെറുസലേമിലും പരിസരങ്ങളിലും താമസിച്ചു. ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ സേവകരും മറ്റ് ഇസ്രായേല്യരും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു.